ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ആൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ ന്യൂസ് ക്ലാസ്സിൻ്റെ +2 ന്യൂസ് ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പാഠാവലിയിൽ ലെസൺ ഫസ്റ്റ് എന്താണ് മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നതാണ്. അത് എഴുതിയിരിക്കുന്നത് സുനിൽ ഗവാസ്കറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണ് അതിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെസനെ ബേസ് ചെയ്തിട്ടുള്ള ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു സമ്മറി മലയാളത്തിലും അതേപോലെ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലും ഒക്കെ നിങ്ങൾക്ക് അറിയാനൊരു അവസരം ഒരുക്കുകയാണ് ഈ ഒരു സെഷനിലൂടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സുനിൽ ഗവാസ്കർ, അദ്ദേഹം ലിറ്റിൽ മാസ്റ്റർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രമിക്കുകയാണ്. സുനിൽ ഗവാസ്കർ പോപ്പുലർലി നോൺ ആസ് ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹം 1949 ജൂലൈ 10 ജനിച്ചത്. ജനിച്ചയുടനെ കുഞ്ഞിൻ്റെ ഇടത് ചെവി മുനമ്പിലെ ദ്വാരം അത് നാൻകാക്ക ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം കുഞ്ഞിൻ്റെ ചെവിയിലെ ദ്വാരം കണ്ടില്ല. ആശുപത്രിയിലെ എല്ലാ തൊട്ടിലുകളിലും അവർ കുഞ്ഞിനെ തിരഞ്ഞു. അവസാനം ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ അരികിൽ ഉറങ്ങുന്ന കുഞ്ഞിനെയാണ് അവർ കണ്ടെത്തുന്നത്. കുഞ്ഞിന്റെ ഇടത്തെ ചെവിയിലെ ദ്വാരം നാൻകാക്ക ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ സുനിൽ ഗവാസ്കർ ഒരുപക്ഷെ ഒരു മത്സ്യത്തൊഴിലാളി ആകുമായിരുന്നു എന്ന് അദ്ദേഹം അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ആ ഒരു കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകൾ ആത്മകഥയിലുടനീളം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. തൻ്റെ വീട്ടിലെ ചെറിയ ഗാലറിയിൽ ടെന്നീസ് ബോൾ ഉപയോഗിച്ച് അമ്മയോടൊപ്പം സ്ഥിരമായി ക്രിക്കറ്റ് കളിച്ചിരുന്നു ഗവാസ്കർ. മുറ്റത്ത് സ്ഥലം കുറവായിരുന്നതിനാൽ അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് വേണമായിരുന്നു ബൗൾ ചെയ്യുവാൻ. ഒരിക്കൽ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ സുനിൽ അടിച്ച ബോൾ കൊണ്ട് അമ്മയുടെ മൂക്കു പൊട്ടി ചോര വന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവർ കളി തുടർന്നു. അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങൾ സുനിലിന് പ്രിയപ്പെട്ടവയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ചെറുപ്പകാലത്ത് നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. കൂടാതെ സുനിൽ ക്രിക്കറ്റ് കളിയുടെ ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. മത്സരത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് രസകരമായ ചർച്ചകൾ അവർക്കിടയിൽ നടക്കാറുണ്ടായിരുന്നു. അച്ഛൻ്റെ ഉപദേശങ്ങൾ സുനിൽ എല്ലായ്പ്പോഴും തൻ്റെ കരിയറിന്റെ വികസനത്തിന് അമൂല്യമായി കരുതിയിരുന്നു. സുനിലിന്റെ അമ്മാവൻ മാധവ് മന്ത്രി, അദ്ദേഹത്തിന്റെ പേരാണ്, അമ്മാവന്റെ പേരാണ് മാധവ് മന്ത്രി. ഇന്ത്യക്ക് വേണ്ടി 4 ഔദ്യോഗിക മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അമ്മാവന്റെ ട്രോഫികളും സമ്മാനങ്ങളും അവൻ ഒരുപാട് കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുമുണ്ട്. അതിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് 1952 ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും കളിക്കാരുടെ ഓട്ടോഗ്രാഫ് അടങ്ങിയ സ്റ്റമ്പുകളായിരുന്നു. സ്റ്റാമ്പല്ല കേട്ടോ. അമ്മാവൻ അവന് നൽകിയ ഉപദേശങ്ങൾ പിന്നീട് സുനിലിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇന്ത്യൻ ജേഴ്സിയുടെ നിറങ്ങൾ സംരക്ഷിക്കുവാൻ ഓരോ കളിക്കാരനും ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ കഠിനാധ്വാനമല്ലാതെ മറ്റു കുറുക്കുവഴികളില്ല എന്നും അവന്റെ അമ്മാവൻ അവനെ പഠിപ്പിച്ചു. തുടക്കം മുതൽ തന്നെ സുനിൽ ഒരു ബാറ്റ്സ്മാനാകാനാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. കളിക്കുന്നതിനിടയിൽ തൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ മറ്റ് കളിക്കാരുമായി വഴക്കുണ്ടാക്കി അവൻ തൻ്റെ ബാറ്റും ബോളുമായി വീട്ടിൽ പോകുമായിരുന്നു. അംബേയ സഹോദരങ്ങൾ, മന്ത്രേക്കർ സഹോദരങ്ങൾ എന്നിവരായിരുന്നു സുനിലിന്റെ ബാല്യകാലത്തെ കളിക്കൂട്ടുകാർ. കളി തുടങ്ങുന്നതിന് മുമ്പ് സുനിലിന്റെ സ്വഭാവം അറിയാവുന്ന ഇവർ മറ്റൊരു പന്ത് കൂടി കൂടുതലായി കരുതിയിരുന്നു. ഭൂരിഭാഗത്തിന്റെ താല്പര്യമനുസരിച്ച് സുനിലിന് കളിക്കേണ്ടി വന്നിരുന്നു. കുട്ടിക്കാലത്ത് അയൽ വീടുകളിലെ കുട്ടികളുമായി ഇവർ ക്രിക്കറ്റ് കളിച്ചിരുന്നു. കളിക്ക് ശേഷം അവർ ഒരു ചെറിയ ട്രോഫിയും നൽകിയിരുന്നു. ഈ ചെറിയ വെള്ള കപ്പുകൾ അവർ വാങ്ങിയിരുന്നത് അവരുടെ ചെറിയ ശേഖരത്തിൽ നിന്നായിരുന്നു. അത് 1.50, അതായത് 1.5 പൈസയിലും താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. ആത്മകഥയിലെ ഓരോ വാക്കുകളും സുനിൽ ഗവാസ്കർ എന്ന ചെറുപ്പക്കാരനിൽ നിന്ന് സുനിൽ എന്ന ഇന്ത്യ അറിയുന്ന വ്യക്തിയാക്കി തീർക്കാൻ സഹായിച്ച ഓരോ നിമിഷങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ മലയാളം വേർഷനാണ്. അതിലെ സമ്മറിയാണ്. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ. അത് സുനിൽ ഗവാസ്കറിൻ്റെ
ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മലയാളത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി അതൊന്നുകൂടി ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് മലയാളം വേർഷൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് എന്താണ് അതിൻ്റെ സമ്മറി എന്നതുകൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കാം. സുനിൽ ഗവാസ്കർ, popularly known as Little Master, was born on July 10, 1949. His full name is Sunil Manohar Gavaskar. Sunil Gavaskar expresses gratitude to his uncle Mr. Narayan Masurekar for helping him. It is due to him that he became a cricketer and a writer. Narayan Masurekar noticed the hole on the left earlobe of a newborn baby. If he had not detected it, Gavaskar would have become a fisherman. Gavaskar recollects his childhood cricket playing days. One day, his ball broke his mother's nose. He was frightened, but his mother did not bother. She washed her face, and when bleeding stopped, they continued the game. Cricket was in his blood. His parents helped him in the game. His uncle Madhav Mantri played for India in 4 official tours. He advised the author to work. He advised Sunil Gavaskar to work hard and set to get India colors. Sunil Gavaskar did not forget his advice. From the beginning, Gavaskar wanted to become a batsman. He hated losing his wicket. He would fight and quit the field. This brought the game to an end. Other boys called him names, and his cricket friends were Ambaye brothers, the Mandrekar brothers, etc. Gavaskar used to visit his uncle. He was attracted by Indian pullovers which his uncle kept. He was fascinated by many souvenirs. Souvenirs and trophies that his uncle had won. What he liked the most was the stamps bearing the autographs of the 1952 India and England teams. From the childhood, he wanted to become a batsman. മൈ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ മലയാളം വേർഷനും അതിൻ്റെ ഇംഗ്ലീഷും ഇവിടെ ഞാൻ നൽകിയിരിക്കുന്നു. അത് കേൾക്കുക രണ്ടും. ഓക്കെ, ഈ ഒരു പാഠഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വേർഡ്സ് അത് പറഞ്ഞു തരാം. ഈഗിൾ ഐഡ്. ഈഗിൾ ഐഡ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മദൃഷ്ടിയുള്ള എന്നതാണ്. ദെൻ ഇയർ ലോബ്, ചെവിയുടെ മാംസളമായ കീഴ്ഭാഗം. അടുത്തത് CRIB, ക്രിബ്, തൊട്ടിൽ. ദെൻ FRANTIC, ഫ്രാൻറ്റിക്, വന്യമായ അഥവാ തിരക്കിട്ട. ദെൻ ബ്ലിസ്ഫുള്ളി, പരമാനന്ദത്തോടെ അഥവാ വലിയ സന്തോഷത്തോടെ. ദെൻ ഒബ്സർവ്, നിരീക്ഷിക്കുക. അബ്നോർമാലിറ്റി, അസ്വാഭാവികത്വം അഥവാ അസാധാരണമായ. അടുത്തത് ഫ്രൈറ്റൻഡ്, വിരണ്ട് അഥവാ ഭയന്ന. ദെൻ ക്ലിക്ക്, CLICHE, പറഞ്ഞു പഴകിയ, ഫലിതമോ ശൈലിയോ. അടുത്തത് പുള്ളോവേഴ്സ്, PULLOVERS, കമ്പിളിക്കുപ്പായം അഥവാ ജേഴ്സി. ദെൻ സുവനീർ, സ്മാരകം അഥവാ സ്മരണിക. ഓക്കെ. ദെൻ അബ്രപ്റ്റ്, പരുഷമായ, മര്യാദയില്ലാത്ത രീതിയിൽ എന്നൊക്കെ പറയാം. കേഴ്സ്, CRUSE, ശാപം, ശപിക്കൽ. ദെൻ ട്രമൻഡസ്, അതിശക്തമായ, അതിഗംഭീരമായ. ഇത്രയും വാക്കുകളാണ് അതിൽ നിന്ന്. വാട്ട് ഈസ് ആൻ ഓട്ടോബയോഗ്രഫി? You see, an autobiography is a self-written account of the life of oneself. ഒരാളുടെ ജീവിത കഥയെ പറ്റി അയാൾ തന്നെ സ്വയം എഴുതുക.
അപ്പോൾ ജീവിതത്തെ പറ്റി അയാൾ തന്നെ സ്വയം എഴുതുന്ന കഥയാണ് ഓട്ടോബയോഗ്രഫി. ഓർ an account of a person's life written by that person. ഓക്കെ, ഒരു വ്യക്തി സ്വന്തമായി എഴുതിയ തൻ്റെ ജീവചരിത്രം എന്ന രീതിയിൽ നമുക്ക് പറയാം. Find words from the passage which means the same as. അതായത് ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മാൾ ഡീറ്റെയിൽസ്. ഇതിന് പാസേജിൽ നിന്നും ഒരേ അർത്ഥം വരുന്ന വേർഡ് ഏതാണെന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കിക്കേ. ലുക്കിംഗ് അറ്റ് തിങ്സ് വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് നോട്ടീസിങ് സ്മാൾ ഡീറ്റെയിൽസ്. ഒരു വസ്തു അല്ലെങ്കിൽ എന്തോ ആവട്ടെ, അതിനെ കാണുമ്പോൾ ഇങ്ങനെ സസൂക്ഷ്മം നോക്കി നിരീക്ഷിക്കുക, അതിലുള്ള സ്മാൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മളുടെ ഈ ലെസണിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏത്? അതിന് സമാനമായിട്ടുള്ളത് ദാറ്റ് ഈസ് ഈഗിൾ ഐഡ്. ഓക്കെ, അടുത്തത് ഇതുപോലെ സമാന അർത്ഥം വരുന്ന ഒരു വാക്ക് അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമില്ലാതിരിക്കുക. അതിൻ്റെ ഈ ഒരു പാസേജിൽ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുവാണെങ്കിൽ ഒബ്ലീവിയസ്, അതിൻ്റെ മീനിങ് പരിസരബോധമില്ലാത്ത, മറവിയുള്ള എന്നതാണ്. ഓക്കെ, അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളതിന് പകരം ഒബ്ലീവിയസ്. അടുത്തൊന്ന് അൺനോൺ എന്ന് പറഞ്ഞാൽ നോർ വിൽ ബി നോൺ, ആർക്കും അറിയാൻ മേലാത്തത്, അൺനോൺ അറിയില്ലാത്തത്. അതിന് പകരം ഇവിടെ കിട്ടുന്ന ഒരു വേർഡാണ് ഒബ്സർവ്. ഒബ്സർവ്. അടുത്തൊന്ന് അതായത് എ ഷോർട്ട് പീരീഡ്, ഒരു ചെറിയ കാലയളവ് എന്നതിന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എ സ്പെൽ. എ സ്പെൽ. ഓക്കെ, ഇത്രയും ഒന്നാമത്തെ പാസേജുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി നമുക്ക് പാസേജ് 2 നോക്കാം. Providence had helped me to retain my true identity and in the process charter the course of my life. I have often wondered that what would have happened if nature I not marked me out and given me my card by giving me that small hole on my left ear globe, and if Nankaka had not noticed this abnormality, perhaps I would have grown up to be an obscure fisherman toiling somewhere along the west coast. And what about the baby who, for a spell, took my place? I do not know if he is interested in cricket or whether he will ever read this book. I can only hope that if he does, he will start taking a little more interest in Sunil Gavaskar. ഞാൻ ജനിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ പക്കൽ നിന്നും എന്നെ ആരോ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ പിന്നീട് ഇത് എൻ്റെ അങ്കിളാണ് കാണുന്നത്. ഒരു മത്സ്യ വിൽപ്പന നടത്തുന്ന സ്ത്രീയുടെ പക്കൽ കിടക്കുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ എൻ്റെ വിധി തന്നെ മാറ്റിമറിക്കുമായിരുന്നു. ഞാൻ അവരുടെ അടുത്താണ് ജീവിച്ചു പോന്നിരുന്നെങ്കിൽ ഞാൻ വല്ല കൂലിവേലയും ചെയ്ത് അവരോടൊപ്പം ഒരു ഒബ്സ്ക്യൂർ ഫിഷർമാനായിട്ട് ഒരുപക്ഷെ ഞാൻ മാറുമായിരുന്നു. അങ്ങനെ അവരോടൊപ്പം കൂലിവേലയൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു വെസ്റ്റ് കോസ്റ്റ് എന്ന രീതിയിൽ അവിടെയൊക്കെ ഞാൻ താമസിക്കേണ്ടി വന്നതിനെ. പക്ഷേ എൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി, ഞാൻ ആരായിരുന്നു യഥാർത്ഥത്തിൽ എന്നതെന്നെ തിരിച്ചറിയാനായിട്ട് ദൈവം തന്നെയാണ് എന്നെ സഹായിച്ചത്. എൻ്റെ ആ ഐഡൻറ്റിറ്റിയിലേക്ക്, സുനിൽ ഗവാസ്കർ എന്ന ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ഒരു കരസ്പർശം കൊണ്ട് തന്നെയാണ് സാധിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയാണ് നേച്ചർ അദ്ദേഹത്തെ മാർക്ക് ചെയ്ത് വെച്ചത്? നേച്ചർ ഐ ആൻഡ് നോട്ട് മാർക്ക്ഡ് മീ ഔട്ട് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ചോദ്യം 1, സെക്കൻഡ് പാസേജ് എന്നുള്ള ചോദ്യം 1. ഹൗ ഡിഡ് ദ നേച്ചർ മാർക്ക് ഹിം ഔട്ട്? അതായത് നേച്ചർ അദ്ദേഹത്തിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയത്? ദ നേച്ചർ മാർക്ക്ഡ് ഹിം ഔട്ട് ബൈ ഗിവിങ് എ ഹോൾ ഇൻ ലെഫ്റ്റ് ഇയർ ലോബ്.
അതായത് ഇടത് ചെവിയുടെ ആ ഒരു ഭാഗത്തായിട്ടൊരു അടയാളം കൊടുത്തു. അപ്പോൾ അതാണ് നേച്ചർ മാർക്ക് ചെയ്തത്. സോ ദ ആൻസർ ഈസ് ദ നേച്ചർ മാർക്ക്ഡ് ഹിം ഔട്ട് ബൈ ഗിവിംഗ് എ ഹോൾ ഇൻ ലെഫ്റ്റ് ഇയർ ലോബ്. 2. If Nankaka had not noticed the hole on his ear, where would he be living? അതായത് ഈ കുട്ടിയുടെ ഇടത് ചെവിക്ക് ഉണ്ടായിരുന്ന ആ ഒരു അടയാളം അത് നാൻകാക്ക ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ എവിടെയായിരിക്കും ആ കുട്ടി വളരുക? In that case, he would have been a fisherman with the fisherwoman. ആ ഫിഷർ വുമനോടൊപ്പം, അതായത് ഫിഷർ വുമനോടൊപ്പം ഒരു മത്സ്യവില്പനക്കാരിയായ ഒരു സ്ത്രീയുടെ മകനായിട്ട് ഒരു ഫിഷർമാൻ എന്ന രീതിയിൽ മാറുമായിരുന്നു നാൻകാക്ക തൻ്റെ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ, തൻ്റെ ആ ഒരു പ്രകൃതി രേഖപ്പെടുത്തിയ അടയാളം അത് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ മൂന്നാമത്തെ പാസേജ്. ആ മൂന്നാമത്തെ പാസേജ് എന്താണെന്ന് പറയുന്നത് അതിൽ വരുന്ന ചോദ്യങ്ങളുമാണ്. Passage 3. My most vivid recollection of my childhood cricket playing days is the time I almost broke my mother's nose. ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഭാഗമൊക്കെ. അതായത് എൻ്റെ കുട്ടിപ്രായത്തെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും നല്ല ഓർമ്മ ഒരു ദിവസം അമ്മയുടെ മൂക്കടിച്ച് തെറപ്പിച്ചതാണ്. ഞാൻ കളിക്കുന്നതിനിടയിൽ, ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ എൻ്റെ ബോൾ വന്ന് അമ്മയുടെ മൂക്കിൽ കൊണ്ട്. She used to bowl to me in the small gallery of our house where we played our daily match with a tennis ball. അതായത് ദിവസവും അമ്മ എന്നെ സഹായിക്കും കളിക്കുന്നത്. ഞങ്ങൾക്ക് മുറ്റം കുറവാണ്. അപ്പോൾ ആ കുറഞ്ഞ മുറ്റത്ത് നിന്ന് ഞാൻ ടെന്നീസ് ബോൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോഴേക്കും അപ്പോൾ അതിനിടയിൽ ബോൾ എറിയുന്നതിനിടയിൽ അത് അമ്മയുടെ മൂക്കിൽ പെട്ടു. Since the area was small, she would kneel to bowl. അപ്പോൾ എന്താ ചെയ്യണേ, മുട്ടുകുത്തി നിന്നായിരിക്കും ബോൾ എറിയണത്. അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ബോൾ ഞാൻ അമ്മയ്ക്ക് എറിഞ്ഞു കൊടുത്തപ്പോൾ അത് അമ്മയുടെ മൂക്കിൽ കൊണ്ട്. Since the area was small, she would kneel to bowl, or rather lob the ball to me. I hit one straight back and caught her bang on the nose, which started bleeding. Although it was a tennis ball, the distance between the two of us was very short, which accounts for the force with which the ball hit her. അപ്പോൾ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബോൾ എറിയുന്നു, അമ്മ തിരിച്ച് എനിക്ക് എറിഞ്ഞിരുന്നു. അങ്ങനെ ഒരു തവണ എറിഞ്ഞപ്പോൾ അത് അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോഴേക്കും. ഓക്കെ, വിച്ച് അക്കൗണ്ട്സ് ഫോർ ദ ഫോഴ്സ് വിത്ത് വിച്ച് ദ ബോൾ ഹിറ്റ് ഹർ. I was frightened, but she struggled it off washed. ചോര എപ്പോഴാണോ അവൾ മാറിപ്പോയത് അപ്പോഴേക്കും അമ്മ പോയി മുഖം കഴുകി അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, കളി തുടർന്നു. struggled it off, washed her face and as the bleeding stopped, we continued the game. But for the rest of the day, it was only forward defense for me. I restrained myself and played no attacking shot. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്കിതൊരു ഓർമ്മയായിട്ട്, പിന്നെ ഒരു തരത്തിൽ അമ്മയ്ക്ക് ഒരു ദോഷമുണ്ടാവാത്ത തരത്തിൽ, ഒരു പ്രതിരോധം എന്ന തരത്തിൽ ഞാനത് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ സ്വയം കളിക്കുകയും അമ്മയ്ക്ക് ഒരു ദോഷം ഇനി ഒരു അമ്മയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ബോൾ എറിയാതിരിക്കുവാനും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഓക്കെ, ഇതാണ് പാസേജ്. ഇതിൽ വരുന്ന ചോദ്യം എന്താണെന്നോ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ ഡിഡ് ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ്? അമ്മയുടെ മൂക്കടിച്ച് ഗവാസ്കർ എങ്ങനെയാണ് അമ്മയുടെ മൂക്ക് ഇടിച്ചത്? He hit her with his ball on the nose while playing his daily match with her in their home. What qualities of his mother's character are brought out through this part of the extract? Pick the 2 words or phrases that best describe her from ones given below. അതായത് അമ്മയുടെ മൂക്കിനിട്ട് ഇടിച്ചിട്ടും ബോൾ കൊണ്ടുവന്ന് ഇടിച്ചിട്ടും അമ്മ മകനോട് ദേഷ്യപ്പെട്ടില്ല. ആ എന്ത് ഗുണമാണ്, സ്വഭാവ ഗുണമാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്?
അമ്മയുടെ ക്ഷമാശീലമാണോ, മകനെ എൻകറേജ് ചെയ്യുന്ന ശീലമാണോ, എക്സലന്റ് ക്രിക്കറ്റർ ആണോ, ക്ലവർ, അൺവില്ലിങ് ടു കോപ്പറേറ്റ്, ഹെൽപ്പ്, ഇതെല്ലാമാണോ? ഏതാണ് ആൻസർ ആയിട്ട് പറയുന്നത്? അതായത് സഹനശക്തിയും പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു ശീലവുമാണ്. അതേതാണ്? പേഷ്യൻസ് ആൻഡ് എൻകറേജിങ്. ഓക്കെ. What did the author remember from his golden childhood days regarding his playing? അതായത് ഓഥർ എന്തിനെ പറ്റിയാണ് തൻ്റെ ഏറ്റവും മഹനീയമായ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോഴേക്കും അത് പ്രധാനമായിട്ടും എന്താ ഓർക്കുന്നത്? പ്രധാനമായിട്ടും അമ്മയുടെ മൂക്കിടിച്ച സംഭവമാണ് ഓഥർ ഓർക്കുന്നത്. The author has a recollection of an incident when he almost broke his mother's nose. അടുത്ത ചോദ്യം, did the author change his playing style after the accident? ഇങ്ങനെ ഒരു അപകടാവസ്ഥ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നതിന് ശേഷം നമ്മുടെ ഈ ഓഥർ തൻ്റെ ആ കളിക്കുന്ന രീതി മാറ്റിയിട്ടുണ്ടോ? എന്താണ് ആൻസർ? Yes, the author changed his playing style after his accident by restraining himself from playing attacking shots. അതായത് സ്വയം പ്രതിരോധം എന്ന രീതിയിൽ ഒരുപാട് ശ്രദ്ധിച്ചായിരുന്നു പിന്നീട് താൻ കളിക്കുന്ന ഓരോ ഷോട്ട്സും അദ്ദേഹം എറിഞ്ഞിരുന്നത് എന്നതാണ്. അമ്മയുടെ മേത്ത് കൊള്ളാതിരിക്കത്തക്ക രീതിയിലായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെ ഓരോ കളിയും. അടുത്ത ചോദ്യം, വേർ ഡിഡ് ഹി മേക്ക് ദ പിച്ച് അറ്റ് ഹോം? അദ്ദേഹം എവിടെ വെച്ചായിരുന്നു, അതായത് വീട്ടിൽ എവിടെ വെച്ചാണ് അദ്ദേഹം ആ പിച്ച് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട പിച്ച് നടത്തിയിരുന്നത്? എവിടെ വെച്ചാണ്? അതായത് തൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു ഗാലറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചായിരുന്നു അദ്ദേഹം ഈ പിച്ച് സംഘടിപ്പിച്ചിരുന്നത്. ഹി മെയ്ഡ് ദ പിച്ച് ഇൻ ദി സ്മാൾ ഗാലറി ഓഫ് ഹിസ് ഹൗസ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാസേജുമായി ബന്ധപ്പെട്ടിട്ട് പാസേജ് അതിൻ്റെതായ ചോദ്യോത്തരങ്ങൾ. അപ്പോൾ നിങ്ങൾ രണ്ടുപേര് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മൊബൈലിൽ തന്നെ ഡേറ്റ ദി സ്മാൾ ഗാലറി സംഘടിപ്പിച്ചിരുന്നത്. ഹി മെയ്ഡ് ദ പിച്ച് ഇൻ ദി സ്മാൾ ഗാലറി ഓഫ് ഹിസ് ഹൗസ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാസേജുമായി ബന്ധപ്പെട്ടിട്ട് പാസേജ്. ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആ സെക്കൻഡ് പാസേജിൽ പറയുന്നത് ഇതാണ്. സെൻറ്റൻസ് ഞാൻ വായിക്കാം. Providence had helped me to retain my true identity and in the process charter the course of my life. I have often wondered what would have happened if nature had not marked me out and given me my code by giving me that small hole on my left earlobe, and if Nankaka had not noticed this abnormality, perhaps I would have grown up to be an obscure fisherman toiling somewhere along the west coast. And what about the baby who, for a spell, took my place? I do not know if he is interested in cricket or whether he will ever read this book. I can only hope that if he does, he will start taking a little more interest in Sunil Gavaskar. അപ്പോൾ ഇത് ടെക്സ്റ്റിലെ സെക്കൻഡ് പാസേജ് ആണ്. ആ പാസേജിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ നേച്ചർ മാർക്ക് ഹിം ഔട്ട്? ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കാൻ ശ്രദ്ധിച്ചോളണം. നേച്ചർ എങ്ങനെയാണ് ഗവാസ്കറിനൊരു ഈ ഒരു അടയാളത്തെപ്പറ്റി ഈ ഒരു ഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേച്ചർ എങ്ങനെയാണ് മാർക്ക് ചെയ്തത് എന്നുള്ളതിനെപ്പറ്റി നാം അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. If Nankaka had not noticed the hole in his ear, where would be he living?
തൻ്റെ ചെവിക്കുണ്ടായിരുന്ന ആ ഒരു ദ്വാരം ഞാൻ കാക്ക ശ്രദ്ധിച്ച് കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ താൻ എവിടെയാവുമായിരുന്നു? അതിൻ്റെ ആൻസർ, ഇൻ ദാറ്റ് കേസ് ഹി വുഡ് ഹാവ് ബീൻ എ ഫിഷർമാൻ വിത്ത് എ ഫിഷർ വുമൺ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ താനൊരു ഫിഷർ വുമൻ്റെ കൂടെ ആരായി മാറും? ഫിഷർമാനായി മാറിയനെ. ഓക്കെ, അപ്പോൾ ആ ഒരു സെഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളാണ്. അതിൽ ആ പാസേജിനോടനുബന്ധിച്ചുള്ള ചോദ്യം ഒന്നാമത്തേത്, വാട്ട് ഡസ് ദി ഓതർ വാണ്ട് ടു സേ ബൈ ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ്? അതായത് അദ്ദേഹം എന്ത് പറയാനാണ്? ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ് എന്ന ആ ഒരു വാചകത്തിൽ എന്താണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? എൻ്റെ രക്തത്തിൽ തന്നെ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞു വരുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ, ദി ഓതർ വാണ്ട്സ് ടു സേ ബൈ ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ് as his father was a good club cricketer in his days and a keen student of the game. എന്താണ് പറയുന്നത്? തൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സമയത്ത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ ഗെയിമിനെ സംബന്ധിച്ച് കീൻ ഒബ്സർവേഷൻ നടത്തുന്ന നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുകയാണ്. അപ്പോൾ അതാണ് ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. അടുത്തൊരു ചോദ്യം, ഹൗ ഡിഡ് ഹിസ് ഫാദർ ഹെൽപ്ഡ് ഹിം ടു ബി എ ഗുഡ് ക്രിക്കറ്റർ? അതായത് ഗവാസ്കർ ഒരു നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എങ്ങനെയാണ് അദ്ദേഹത്തെ സഹായിച്ചത്? ഹിസ് ഫാദർ വാസ് എ ഗുഡ് ക്രിക്കറ്റർ ഇൻ ദോസ് ഡേയ്സ്. ഹി ആൾവേസ് ഗോട്ട് വാല്യുബിൾ അഡ്വൈസേഴ്സ് ടു ഡെവലപ്പ് ഹിസ് കരിയർ ആസ് എ ക്രിക്കറ്റർ. അതായത് ഈ മോൻ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നല്ലൊരു ക്രിക്കറ്റർ ആയിരുന്നു. അദ്ദേഹം ഏറ്റവും നല്ല രീതിയിലുള്ള തൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ, ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ തൻ്റെ കരിയർ ഗ്രോത്തിന് ആവശ്യം വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് എല്ലാം, വളരെ വിലമതിക്കുന്ന ഉപദേശങ്ങളെല്ലാം തന്നെ അദ്ദേഹം തനിക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ തൻ്റെ കരിയറിനെ ഒരു ക്രിക്കറ്റർ എന്ന രീതിയിൽ വളർന്നു വരുവാനും അതിനെ വളർത്തിയെടുക്കുവാനും ഒരുപാട് സഹായിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഹൂ വാസ് മാധവ് മന്ത്രി? മാധവ് മന്ത്രി ആരായിരുന്നു? മാധവ് മന്ത്രി വാസ് ഓദേഴ്സ് അങ്കിൾ. ഓദറിൻ്റെ അങ്കിളായിരുന്നു മാധവ് മന്ത്രി. ഓക്കെ, അഞ്ചാമത്തെ പാസേജ്, whenever I went to my uncle's house, my favorite pastime used to be to take out his pullovers and cares him with a sense of longing. CARESSHEM. Cares him with a sense of longing. I was so attracted by the India Test pullovers that once I even dared to ask him if I could take one, since he had so many. My uncle told me that one has to sweat and earn the India colors, and I too should work hard to earn the distinction. That is a lesson I have never forgotten. Looking back, I am glad that my uncle did not succumb to my childish fancy and instead taught me that there was no shortcut to the top. I was also fascinated by the many souvenirs he had and the large numbers of trophies he had won. What I liked most was the stamp bearing the autographs of the 1952 India and England teams, and I loved to linger over the autographs every player. ഇനി നാലാമത്തെ പാസേജാണ് പാസേജ് 4. അഞ്ചാമത്തെ പാസേജിൻ്റെ മീനിങ്, അതായത് സുനിൽ ഗവാസ്കർ എന്ന കുട്ടി അങ്കിളിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ താൻ എപ്പോഴും സമയം ചെലവഴിക്കാറുള്ളത് പ്രധാനമായിട്ടും അവിടെയുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന രീതിയിൽ അങ്കിള് വലിയ കളിക്കാരനായിരുന്നല്ലോ. അപ്പോൾ ടേക്ക് ഔട്ട് ഹിസ് പുളോവേഴ്സ് ആൻഡ് ഇതിനകത്തൊരു ഇടയ്ക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് അഞ്ചാമത്തെ പാസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ പാസേജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ,
അഞ്ചാമത്തെ പാസേജിന്റെ മീനിങ്. ടേക്ക് ഔട്ട് ഹിസ് പുള്ളോവേഴ്സ്. എന്താ ചെയ്തിരുന്നത്? അതായത് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്തെല്ലാം അങ്കിളിനെ അനുകരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്കിളിന്റെ കളി അത് മാതൃകയാക്കുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പല ഉപദേശങ്ങളും തേടുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന്റെ കളികൾ ഈ കുട്ടിയായിരുന്ന ഗവാസ്കറിനെ ആകർഷിച്ചിട്ടുണ്ട്. ഐ വാസ് സോ അട്രാക്റ്റഡ് ബൈ ദ ഇന്ത്യ ടെസ്റ്റ് പുള്ളോവേഴ്സ് ദാറ്റ് once I even dared to ask him if I could take test one since he had so many. അതായത് ഞാനൊരു ടെസ്റ്റ് എടുത്തോട്ടെ, അദ്ദേഹം ഒരുപാട് ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ കളിയിലെ ഒരു ടെസ്റ്റ് ഞാൻ എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അങ്കിൾ എന്നോട് പറഞ്ഞു എന്തെന്നാൽ അതിനെ കുറച്ച് കഷ്ടപ്പാടുണ്ട്, അത് സ്വന്തം അധ്വാനവും വേർപ്പും കൊണ്ട് വേണം നിറമുള്ള ദിവസങ്ങളാക്കി മാറ്റേണ്ടത്. അതിനുവേണ്ടി നീ നന്നായി ഒരുങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത ഉണ്ടാക്കുവാൻ, ജീവിതത്തിൽ കളർഫുൾ ആകുവാനായിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത ആ ഒരു പാഠം അതൊരിക്കലും അദ്ദേഹം മറക്കുന്നില്ല, ഗവാസ്കർ മറക്കുന്നില്ല. ഇന്ന് പുറകോട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമുണ്ട്. തൻ്റെ അങ്കിൾ തനിക്ക് പറഞ്ഞു തന്ന വാക്കുകൾ, അതികഠിനമായ വഴികളെല്ലാം ആ ചെറുപ്രായത്തിലെ വളരെ ഫാൻസി മോഡലിൽ താൻ നോക്കി നിൽക്കുകയും അതെല്ലാം തനിക്ക് ആഗ്രഹിച്ച പോലെ ആ വഴികളെല്ലാം തന്നെ നേടി എത്തുവാനും തനിക്ക് കഴിഞ്ഞു. അപ്പോൾ ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലായി, ഏറ്റവും മുകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ടൊന്നുമില്ല, അധ്വാനം മാത്രമാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് സോവനീർസ് എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സോവനീർ എല്ലാം കാണുമ്പോഴേക്കും, സുവനീർ എന്നല്ലേ മലയാളം പറയുക, ഈ സുവനീർ എല്ലാം കാണുമ്പോഴേക്കും അതിനെപ്പറ്റി ഇദ്ദേഹത്തെ പറ്റി വർണ്ണാഭമായ രീതിയിലുള്ള നിറമാർന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ട്രോഫികളെല്ലാം അതിലുണ്ടാകും. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ തൻ്റെ മനസ്സിലും തനിക്കും ഏറ്റവും നല്ല രീതിയിൽ ഒരു നിറമുള്ള ദിവസങ്ങൾ തനിക്കും ഉണ്ടാക്കി മാറ്റണമെന്ന ചിന്തയുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1952 ഓട്ടോഗ്രാഫിലെ ഇങ്ങനെ നിൽക്കുന്നത് സ്റ്റംപ് ബിയറിംഗ് ഓട്ടോഗ്രാഫ് എന്ന രീതിയിൽ ഇന്ത്യക്കും ഇംഗ്ലണ്ട് ടീമുമായിട്ടുള്ള ഗെയിമിൽ. അപ്പോൾ ആ ഒരു ഓട്ടോഗ്രാഫ് എല്ലാ പ്ലേയേഴ്സിൻ്റെ മനസ്സിലൊരു സ്വപ്നമായി മാറുകയും പിന്നീട് താനും ആ ഒരു തലത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഈ 5th പാസേജിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ. 1. What did Gavaskar like to do whenever he went to his uncle's house? അങ്കിളിന്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഗവാസ്കർ എന്ത് ചെയ്യുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? Why? The author loved to take out his uncle's India test pullovers. ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്ത് ചെയ്യുമായിരുന്നു? ഇതിങ്ങനെ പരീക്ഷണം നടത്തും. Loved to take out his uncle's India test pullovers. അടുത്ത ചോദ്യം. What was his uncle's teaching? അങ്കിളിന്റെ പാഠം അദ്ദേഹത്തിന് പകർന്നു കൊടുത്തത് എന്തായിരുന്നു? His uncle taught Gavaskar to work hard for the distinction. There is no shortcut to the top. അതായത് വ്യത്യസ്തനാകണം മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാകണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അതല്ലാതെ യാതൊരു വഴിയുമില്ല ഏറ്റവും മുകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ടും ഉണ്ടായില്ല എന്നതായിരുന്നു പറഞ്ഞു കൊടുത്തത്. അടുത്തത്. വാട്ട് ഡിഡ് ദി ഓതർ ലൈക്ക് മോസ്റ്റ്? ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഓതർ എന്തായിരുന്നു? The author liked stamps bearing the autograph of 1952 India and England team. അതായത് ഇന്ത്യയും ഇംഗ്ലണ്ട് ടീമും തമ്മിലെ ഓട്ടോഗ്രാഫിലെ 1952 നടന്ന കളിയിലെ ഇരു ടീമും സ്റ്റംപ് ആയി പിടിച്ചു നിൽക്കുന്ന പിക്കുണ്ട്. അപ്പോൾ ആ പിക്ക് ഇദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. The author liked stamps bearing the autographs of the 1952 India and England teams. അടുത്ത ചോദ്യം. വാട്ട് ഡിഡ് ഗവാസ്കർ ലൈക്ക് ടു ഡു വെനെവർ ഹി വെന്റ് ടു ഹിസ് അങ്കിൾസ് ഹൗസ്? അങ്കിളുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യാനായിരുന്നു ഗവാസ്കർക്ക് ഇഷ്ടം? അങ്കിൾസ് ഹൗസ്. വൈ? എന്തുകൊണ്ട്?
Gavaskar loved to go to his uncle, Mr. Narayan Masurekar's home. അതായത് വളരെ ഇഷ്ടമായിരുന്നു തൻ്റെ അങ്കിളായ നാരായൺ മസുരേക്കറിൻ്റെ വീട്ടിൽ മിക്കവാറും പോകാനായിട്ട്. വെന്നെവർ ഹി വെൻറ്റ് ദെയർ ഹി ടുക്ക് ഔട്ട് ഹിസ് pullovers and touches them lovingly, saying that he admired his uncle for being in the Indian Test team. അപ്പോൾ എന്താ പറയുന്നത്? ഗവാസ്കർ ലൗഡ് ടു ഗോ ടു ഹിസ് അങ്കിൾ മിസ്റ്റർ നാരായൺ മസുരേക്കേഴ്സ് ഹോം കണ്ടിന്യൂസ്ലി. തുടർച്ചയായിട്ട് അവിടെ പോകാൻ ഇഷ്ടമാണ്. വെന്നെവർ ഹി വെൻറ്റ് ദെയർ, അവിടെ ചെന്നാൽ എന്തെടുക്കും കയ്യിൽ? ഹി ടുക്ക് ഔട്ട് ഹിസ് പുള്ളോവേഴ്സ്, അതായത് ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട് പല ഇനങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കിറ്റ് ഉണ്ടാവുമല്ലോ, ഗെയിം കളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനങ്ങൾ സൂക്ഷിക്കുന്ന കിറ്റ്, അതാണ് പുള്ളോവേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതവിടെയുണ്ട്, അത് കയ്യിലെടുക്കും. എന്നിട്ട് അവയെ വളരെ സ്നേഹപൂർവ്വം തൊട്ട് നോക്കും. ആൻഡ് പുള്ളോവേഴ്സ് ആൻഡ് ടച്ചസ് ദം ലവിംഗ്ലി, സെയിങ് ദാറ്റ് ഹി അഡ്മയർഡ് ഹിസ് അങ്കിൾ ഫോർ ബീയിങ് ഇൻ ദ ഇന്ത്യൻ ടെസ്റ്റ് ടീം. എന്നിട്ട് പറയും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ഭാഗമായി തൻ്റെ അങ്കിള് അതിൻ്റെ ഭാഗമായി ഉള്ളതിൽ തനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര അഭിമാനമാണ് എന്ന് പറയാറുണ്ട്. ചോദ്യം കൂടിയുണ്ട്, വൈ? എന്തുകൊണ്ടാണ് ഗവാസ്കർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? എന്താണ് രണ്ടാമത്തെ ചോദ്യം? ഇതിൻ്റെ ആൻസർ ലുക്കിംഗ് അറ്റ് ഹിസ് അങ്കിൾസ് സുവനീർസ് including the stump with autographs of Indian cricketers on it. അതായത് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അങ്കിളിൻ്റെ സുവനീർ കാണാം. സുവനീർ അങ്കിളിനെ കുറിച്ച്, അങ്കിൾ കളിച്ചിട്ടുള്ള ഗെയിമിനെ കുറിച്ച്, അങ്കിളിനോടൊപ്പം കളിച്ചിട്ടുള്ളവരെ കുറിച്ച് അങ്കിളിനെ പുകഴ്ത്തിക്കൊണ്ട് പത്രമാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത്, അങ്ങനെ ഇതെല്ലാം കാണാൻ പറ്റും അവിടെ ചെല്ലുമ്പോൾ. സോ ലുക്കിംഗ് അറ്റ് ഹിസ് അങ്കിൾ സുവനീർസ് ഇൻക്ലൂഡിങ് എന്തൊക്കെയുണ്ട് അതിനകത്ത്? സുവനീറിൽ സ്റ്റമ്പും ഉണ്ട്, ഓട്ടോഗ്രാഫ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ദ സ്റ്റംപ്സ് വിത്ത് ഓട്ടോഗ്രാഫ്സ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഓൺ ഇറ്റ്. അതാണ് പോകുന്നത്. ഓക്കെ, ഇനി പാസേജ് 6 ആണ്, 6ാമത്തെ. അപ്പോൾ ഈ ഒരു ലെസൻ്റെ പാസേജ് 6മായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയവും ആ പാസേജിൽ ഉൾപ്പെടുന്ന ചോദ്യോത്തരങ്ങളെല്ലാം അടുത്തൊരു വീഡിയോ സെഷനിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്